പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എറണാകുളം ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന്റെ പൊതുദർശനം മൃതദേഹവുമായുള്ള പൊതുദർശനം വീട്ടിൽ തുടരുന്നു. നേരത്തെ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനം നടന്നിരുന്നു. രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖരും ജനങ്ങളും അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു. ഇപ്പോൾ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉച്ചയ്ക്ക് 12 മണിയോടെ ഇടപ്പള്ളി ശ്മശാനത്തിൽ സംസ്കരിക്കുവാനുമായി ഇപ്പോൾ അർച്ചന ചേരുകയാണ്. അർച്ചന, ഒരുപക്ഷേ രാജ്യത്തുണ്ടായ വലിയൊരു നടുക്കം അത് കേരളത്തെയും ഗുരുതരമായി വലിയ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ്. രാമചന്ദ്രൻ്റെ ബന്ധുക്കൾ, അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളടക്കം വലിയൊരു ജനാവലി, സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ നിരവധി പേർ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു. ഇപ്പോൾ വീട്ടിലെത്തിച്ചോ മൃതദേഹം? എന്താണ് ഇനിയുള്ള നടപടിക്രമങ്ങൾ? 12 മണിക്ക് തന്നെ സംസ്കാരം നടക്കും. സിജു, ചങ്ങമ്പുഴയിലെ പൊതുദർശനം കഴിഞ്ഞ് ഇപ്പോൾ ആംബുലൻസിൽ മൃതദേഹവും വഹിച്ച് വിലാപയാത്രയായിട്ടാണ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ ചങ്ങമ്പുഴ പാർക്കിന് തൊട്ടടുത്ത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വീടുമുള്ളത്. അവിടത്തേക്കാണ് ഇപ്പോൾ ആംബുലൻസിൽ വിലാപയാത്രയായി നാട്ടുകാരുമൊപ്പം ബന്ധുക്കളുമെല്ലാം തന്നെ ഇത്തരത്തിൽ വിലാപയാത്രയിൽ പങ്കെടുത്തുകൊണ്ട് മൃതദേഹവുമായി എത്തുന്നത്. എന്തായാലും ഏറെ ദുഃഖകരമായ വാർത്തയാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നാട്ടുകാർക്കും അതുപോലെ വീട്ടുകാർക്കുമെല്ലാം തന്നെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു എൻ രാമചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത ഏറെ ഞെട്ടലോട് തന്നെയാണ് ഇവിടുത്തെ ആളുകളെല്ലാം തന്നെ കേട്ടത്. അദ്ദേഹത്തിനെ ഒരു നോക്ക് കാണാൻ നിരവധി ആളുകൾ വീട്ടിലേക്കും എത്തിയിട്ടുണ്ട്. ചങ്ങമ്പുഴയിലെ നീണ്ട നിര നമ്മൾ കണ്ടതാണ്. നാനാഭാഗത്തു നിന്നാണ് ആളുകൾ അദ്ദേഹത്തിനെ ഒരു നോക്ക് കാണാനായി എത്തിയത്. വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ആളുകൾ, അതുപോലെ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, മറ്റ് രാഷ്ട്രീയ രംഗത്തുള്ളവരെല്ലാം തന്നെ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ചങ്ങമ്പുഴ പാർക്കിലെത്തിയിരുന്നു. ഇപ്പോൾ അല്പസമയത്തിനുള്ള അദ്ദേഹത്തിൻ്റെ നീരാഞ്ജനം വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കും. ഇവിടെ അല്പസമയം മറ്റ് ചടങ്ങുകൾ, അതായത് ഈ കുടുംബക്കാരുടെ ചടങ്ങുകളുണ്ട്. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുക. ഏകദേശം 1 മണിക്കൂർ വീട്ടിൽ വയ്ക്കും. ഒരു 11:30യോടുകൂടി ഇവിടെ നിന്നും നേരെ ഇടപ്പള്ളി പൊതുശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ. ഇവിടെ മതപരമായ ചടങ്ങുകളാണ് പ്രധാനമായും ഉണ്ടാവുക. നാട്ടുകാർക്കും ഒപ്പം കുടുംബാംഗങ്ങൾക്കും കാണാനുള്ള സൗകര്യവും വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഏറെ ദുഃഖകരമായ കാര്യമാണ്. ഏറെ സന്തോഷത്തോടെ ഈ നീരാഞ്ജനം വീട്ടിൽ നിന്നും പോയതാണ് രാമചന്ദ്രൻ. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചേതനറ്റ ശരീരവുമായാണ് എത്തുന്നത്. എന്തായാലും ഏറെ ദുഃഖകരമാണ് ഇതിൻ്റെ വിലാപയാത്രയായി. ശരി അർച്ചന, ഏതായാലും രാമചന്ദ്രൻ്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒരുപക്ഷെ രാജ്യം നടുങ്ങിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളിയായ രാമചന്ദ്രൻ, എറണാകുളം സ്വദേശി രാമചന്ദ്രൻ നേരത്തെ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. അതിനുശേഷം ഇപ്പോൾ വീട്ടിലേക്ക് ഇടപ്പള്ളി പാർക്കിനടുത്ത് തന്നെയുള്ള നീരാഞ്ജനം വീട്ടിലേക്ക് രാമചന്ദ്രൻ്റെ മൃതദേഹം കൊണ്ടുവരികയാണ്. അർച്ചന ഒരിക്കൽ കൂടി ചേരുകയാണ്. അർച്ചന, ഏതായാലും ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിനരികിൽ തന്നെയാണ് രാമചന്ദ്രൻ്റെ വീട്. അതുകൊണ്ട് തന്നെയാണ് പൊതുദർശനം പൂർത്തിയാക്കി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. വലിയൊരു ജനാവലി അവിടെയും കൂടിയിട്ടുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്രതീക്ഷിതമായി എത്തിയ ഒരു വിയോഗം. 27 പേർ കൊല്ലപ്പെട്ട പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി രാമചന്ദ്രൻ, മകളോടൊപ്പം പഹൽഗാം എന്ന സുന്ദര പ്രദേശം കാണാനെത്തിയ രാമചന്ദ്രനെയാണ് നിലച്ചിരിക്കാതെ ആ ഭീകരർ പേരമക്കളുടെ മുന്നിൽ വെച്ച് വെടിവെച്ചു കൊന്നത്. ഇപ്പോൾ രാമചന്ദ്രൻ്റെ മൃതദേഹം വീട്ടിലേക്ക്, ഇടപ്പള്ളിയിലെ നീരാഞ്ജനം എന്ന വീട്ടിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ആംബുലൻസിൽ നിന്ന് മൃതദേഹം അല്പസമയത്തിനകം വീട്ടിലേക്ക് ഇറക്കും. അതിനുശേഷം അവിടെ 2 മണിക്കൂറോളം നീളുന്ന പൊതുദർശനം. 12 മണിയോടുകൂടി ഇടപ്പള്ളിയിൽ ശ്മശാനം. അങ്ങനെയാണിപ്പോൾ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അർച്ചന ഒരിക്കൽ കൂടി ചേരുകയാണ്. അർച്ചന, നിലവിൽ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഇടപ്പള്ളിയിലും വലിയ തരത്തിലുള്ള ജനാവലി ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടപ്പള്ളിയിലെ നീരാഞ്ജനം വീട്ടിലും നിരവധി പേർ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. അതിൽ സുഹൃത്തുക്കളുണ്ട്, പ്രദേശവാസികളുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്, ജനപ്രതിനിധികളുണ്ട്. തീർച്ചയായും ഷിജു, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും ഒപ്പം നാട്ടുകാരും പ്രിയപ്പെട്ടവരെല്ലാം തന്നെ ഈ നീരാഞ്ജനം വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ആംബുലൻസ് വീട്ടിന് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം ആംബുലൻസിൽ നിന്നിറങ്ങി നീരാഞ്ജനം വീട്ടിലേക്ക് കൊണ്ടുപോകും. എന്തായാലും നിരവധി പേർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ രാവിലെ മുതൽ എത്തുന്നുണ്ട്. എങ്ങനെ ഈ ഭീകരവാദത്തെ കേരളം പ്രതിരോധിക്കുന്നു എന്നതിന് കൂടിയുള്ള തെളിവാണ് രാവിലെ മുതൽ പല ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന ആളുകളും, പല രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, പല ആശയത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, അവരെല്ലാം തന്നെ അദ്ദേഹത്തിന്
അവസാനമായി കാണാനും ആദരാഞ്ജലികൾ അർപ്പിക്കാനും ഈ ചങ്ങമ്പുഴ പാർക്കിലെത്തിയിരുന്നു. നീണ്ട നിരയാണ് അദ്ദേഹത്തിന് നമ്മൾ കണ്ടത്. എല്ലാവരും ഒരേ സ്വരത്തിൽ ഈ ഭീകരവാദത്തെ നമ്മൾ ഒന്നിച്ച് തോൽപ്പിക്കും, അതാണ് അവിടെ വന്നവരെല്ലാം തന്നെ ഒറ്റക്കെട്ടായി പറയുകയും ചെയ്തത്. അത്തരത്തിൽ ഇപ്പോൾ മൃതദേഹത്തിൽ ആംബുലൻസിൽ നിന്ന് മൃതദേഹം പുറത്തേക്ക് ഇറക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. അതിനുശേഷം വീട്ടിലും അല്പസമയം പൊതുദർശനം ഉണ്ടാകും. നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം തന്നെ കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ശേഷം അവിടുത്തെ ചടങ്ങുകൾ നടന്നതിന് ശേഷമായിരിക്കും പൊതുശ്മശാനത്തിലേക്ക് എല്ലാ ക്രമീകരണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. രാവിലെ മുതൽ വീട്ടിലേക്കും ഇത്തരത്തിൽ നാട്ടുകാരും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെല്ലാം തന്നെ എത്തുന്നുണ്ട്. എന്തായാലും മക്കളും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പേരക്കുട്ടികളെല്ലാം തന്നെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ ചങ്ങമ്പുഴ പാർക്കിലായിരുന്നു, അവിടെ നിന്നും ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ സങ്കടം തളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. കാരണം ഏറെ സന്തോഷത്തോടെയും ആനന്ദത്തോടെയും കാശ്മീരിലേക്ക് യാത്ര പോയതാണ്. കുടുംബസമേതം പേരക്കുട്ടികളുമായി ആഘോഷിക്കാൻ പോയ അദ്ദേഹം പിന്നീട് തിരിച്ചു വരുന്നത് ഇങ്ങനെയാണ്. എന്താണ് അതിലേറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം? അത് തന്നെയാണ് നാട്ടുകാരെല്ലാം തന്നെ പങ്കുവെക്കുന്നത്. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ്, എല്ലാ പരിപാടികളുടെയും നിറസാന്നിധ്യം കൂടിയാണ്, അങ്ങനെ നാട്ടുകാർക്ക് പ്രിയപ്പെട്ട ഒരാൾ കൂടിയാണ്. അത്തരത്തിൽ വേർപാട് ഇവർക്കുണ്ടാകുന്നത്. ശരി അർച്ചന, ഏതായാലും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് രാമചന്ദ്രൻ, എറണാകുളം ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രൻ പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ട, ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രൻ്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ ഇടപ്പള്ളിയിലെ നീരാഞ്ജനം വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ആംബുലൻസിൽ നിന്ന് മൃതദേഹം പുറത്തിറക്കും. 2 മണിക്കൂറോളം വീട്ടിൽ, നീരാഞ്ജനം വീട്ടിൽ പൊതുദർശനം നടത്തുകയും ചെയ്യും. അതിനുശേഷം 12 മണിയോടുകൂടി സംസ്കാരം. അങ്ങനെയാണിപ്പോൾ കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വലിയ തരത്തിലുള്ള ഒരു വിഷമം, ഒരു ദുഃഖഘട്ടത്തിലൂടെയാണ് ആ കുടുംബം, ആ നാട് കടന്നു പോകുന്നത്. അപ്രതീക്ഷിതമായി ഒരുപക്ഷെ രാജ്യത്തെ ഉന്നം വെച്ച, രാജ്യത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ഉന്നം വെച്ച ഭീകരവാദികൾ ഉതിർത്ത വെടി, അതുകൊണ്ട് മരിച്ച രാമചന്ദ്രനോടൊപ്പം മരിച്ച മറ്റ് 26 പേർ. രാജ്യം അവരോടൊപ്പമാണ്, ആ കുടുംബങ്ങളോടൊപ്പമാണ് ഇപ്പോൾ. ഏതായാലും രാമചന്ദ്രൻ മകളോടൊപ്പം പഹൽഗാം എന്ന ആ മനോഹര പുൽമേട് സന്ദർശിക്കാനെത്തി. അവിടെ വെച്ചാണ് ഭീകരവാദികൾ രാമചന്ദ്രനെ വെടിവെച്ച് കൊന്നത്. ഇപ്പോൾ രാമചന്ദ്രൻ്റെ മൃതദേഹം ആംബുലൻസിൽ നിന്ന് പുറത്തേക്കിറക്കുകയാണ്. നേരത്തെ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനത്തിന് വെച്ച രാമചന്ദ്രൻ്റെ മൃതദേഹത്തിൽ നൂറുകണക്കിന് ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത്.